ഉത്രാട നക്ഷത്രം സാഹിത്യരചനാ വൈഭവം പ്രശംസിക്കപ്പെടുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാരുടെ സാഹിത്യരചനാ വൈഭവം പ്രശംസിക്കപ്പെടുന്നതാണ്. പൊതുവെ വാഗ്വൈഭവം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഗൃഹസംബന്ധമായി ബന്ധപ്പെട്ട ചെലവുകൾ കൂടി വരും. തീർത്ഥാടനം, സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ പരിജ്ഞാനം നേടുന്നതാണ്. എന്നാൽ ഗ്രഹത്തിൽ നിന്ന് കുറച്ച് മാസം വിട്ടു നിൽക്കേണ്ടതായി വരുവാനിടയുണ്ട്. അന്യരിൽ നിന്നും ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കരാറുകൾ, വസ്തു സംബന്ധിച്ച ആധാരങ്ങൾ, രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ അതിലുള്ള നിബന്ധനകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. യാത്രാക്ലേശം അനുഭവപ്പെടും. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകാനിടയുണ്ട്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ വൈകുന്നത് കാരണം പുതിയ സംരംഭങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നേക്കും. മേടമാസം മുതൽ സാമ്പത്തിക നില മെച്ചപ്പെടുവാനിടയുണ്ട്. ഔദ്യോഗികമായ പരീക്ഷാദികളിൽ അഭിമുഖ പരീക്ഷ മുതലായവയിൽ വിജയിക്കും. പുതിയ സംരംഭങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. സാമ്പത്തിക വരുമാനത്തിൻ്റെ താൽക്കാലിക തടസ്സം ഉണ്ടാവാൻ വഴിയുണ്ട്. ഭാഗ്യക്കറി ലഭിക്കുന്ന ഇടയുണ്ട്. ആധ്യാത്മിക കാര്യങ്ങളിൽ നിഷ്കർഷ കൂടുതൽ വേണ്ടതാണ്. സാഹിത്യകാരന്മാർക്ക് ധാരാളം ബഹുമതികളും ആദരങ്ങളും ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാൻ ഇടയില്ല. സാമ്പത്തികമായ പ്രതിഫലമായിരിക്കും അവർക്ക് കൂടുതൽ ആഗ്രഹം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കലാസാഹിത്യ പ്രവർത്തകർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. ഇടവം മിഥുനം മാസങ്ങളിൽ മേലധികാരികളിൽ നിന്ന് അംഗീകാരവും വിശ്വസ്തതയും നേടുവാൻ കഴിയും. ജീവിത പങ്കാളിയുമായി ചില പ്രത്യേക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. സന്താനങ്ങൾ ഉന്നത തലങ്ങളിൽ എത്താൻ ഇടയുണ്ട്. ദൂരദേശ ഗമനം, വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കൽ, പൂർവിക സ്വത്ത് വ്യവഹാരവിധിക്ക് ശേഷം അർഹതയുള്ളവർക്ക് ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അതിൻ്റെ ശരിയായ ചെലവിടൽ അപവാദാരോപണങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ഗർഭകാല പരിശോധനകൾക്കും പ്രസവാവശ്യങ്ങൾക്കും ആശുപത്രിയെ സന്ദർശിക്കേണ്ടി വരും. രക്തസംബന്ധമായതും മൂത്രസംബന്ധമായതുമായ അസുഖങ്ങൾ ഉപദ്രവിക്കുവാനിടയുണ്ട്. സുഖഭോഗോപകരണങ്ങൾ വാങ്ങിക്കാനിടയുണ്ട്. ഗുരുവായൂരപ്പന് വാഴക്കുല സമർപ്പണം, അഹസ് വഴിപാട്, പാൽപ്പായസം, വെണ്ണ, ത്രിമധുരം, അപ്പം, അടാനിവേദ്യം, ഗുരുവായൂരിലെ ഓഫീസ് ഗണപതിക്ക് നാളികേരമുടക്കൽ എന്നിവയും ദോഷപരിഹാരമാകും.